മൊബൈൽ ഫോൺ ഇത് കേരളത്തില് മൊബൈൽ ഫോണിന്റെ ഒരു അധോലോകമാണ്. കാരണം ലക്ഷക്കണക്കിന് മൊബൈൽ ഫോണാണ് ഇവിടുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു ദിവസം. അതെ, ഈ 3000 രൂപയ്ക്കൊക്കെ ഐഫോൺ കിട്ടുമോ? ആൻഡ്രോയിഡ് ഫോൺ കിട്ടുമെങ്കിൽ ഐഫോൺ കിട്ടുന്ന ഒരു സ്ഥലം പരിചയപ്പെടാം. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഐഫോണ്, 2 ഐഫോണ് ഈ വീഡിയോ ചെയ്യുന്നവർക്ക് നമ്മൾ സമ്മാനം വെച്ചിട്ടുണ്ട്. 15 Pro ഉണ്ട്, 14 ഉണ്ട്, 14 Pro ഉണ്ട്, 13 ഉണ്ട്, എല്ലാ മോഡൽസും ഉണ്ട്. ഐഫോൺ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ആൻഡ്രോയിഡ് ആണ് എനിക്കിവിടെ കൂടുതൽ കാണാം. ആൻഡ്രോയിഡ് ആണ് കൂടുതലുള്ളത് ഇമ്പോർട്ടൻറ്റ് സ്റ്റോർ. ആൻഡ്രോയിഡ് യൂസേഴ്സ് ഏതൊക്കെ മോഡൽ ആൻഡ്രോയിഡ്സ് ഉണ്ട്? ഇത് കള്ളക്കണക്കല്ലാതെ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഫോണുകളിലെ കണ്ട നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ഇതാണ്ടില്ലേ, ഇതാ ഫോണൊക്കെ ഇതാ യൂസ്ഡ് ഫോൺ. ഇങ്ങോട്ട് നടന്ന് ഇച്ചിപ്പോലും ക്ലോസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും. വേണ്ട, ഇപ്പോൾ ഫോണിൻ്റെ ഒരു ചാകരയാണ്. കണ്ടെയ്നറിൽ ഇമ്പോർട്ടഡ് സാധനങ്ങൾ വന്ന് ഇവിടെ കിടക്കുന്നതാണ്. ആൻഡ്രോയിഡ് ഉണ്ട്. ആൻഡ്രോയിഡൊക്കെ 3000 രൂപയ്ക്ക് ആൻഡ്രോയിഡ് ഫോൺ കിട്ടും. നല്ല അടിപൊളി ആടാറ്, പുതിയ നല്ല ഫ്രഷ് സാധനം, ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത കണ്ടില്ലേ, എല്ലാം പക്ക സാധനം. ഐഫോൺ ഉണ്ട്. ഐഫോണ് 5000, 6000 രൂപ, 7000, 8000 അങ്ങനെ പല മോഡലുണ്ട്. 10X Max ഒക്കെ ഇപ്പം നല്ല കിട്ടില്ല, കുറേ പീസ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. 14 ഉണ്ട്, 13 ഉണ്ട്, 15 ഉണ്ട്, എല്ലാ ഫോണും ഉണ്ട് ഇവിടെ. ഹോൾസെയിൽ റേറ്റിൽ ഫോൺ കിട്ടുന്ന കടയാണ്. ഇവിടെ കെട്ടിക്കിടക്കണം, ഒരുപാട് ഫോൺസ് ഉണ്ട്. അവിടെ ഓഫീസിലാണ് ഞാനിപ്പോൾ. ജസ്റ്റ് വന്ന് കയറുമ്പോൾ അൽ ഫല കമ്പനി, ട്രേഡിംഗ് കമ്പനിയാണ് ഇത്. മൊബൈൽ ഫോണിൻ്റെ ഒരു വലിയ അധോലോകം തന്നെയാണ്. ഇവിടെ ഒരുപാട് ഫോണുകളുണ്ട്. നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാം, ഫോൺ എങ്ങനെ എടുക്കാൻ പറ്റും, എന്തൊക്കെയാണ് എൻ്റെ കാര്യങ്ങളെന്നൊക്കെ ആദ്യം നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഒരുപാട് ഫോൺ ഞാൻ ഇവിടെ കാണുന്നത്. ഇങ്ങനെ ഐഫോൺ ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, ഇതെല്ലാം ഭയങ്കര ചീപ്പായിട്ട്. അത് എങ്ങനെയാണ് ഇവിടെ കൊടുക്കാൻ പറ്റണം? ഇത് ഫുള്ളി ഇമ്പോർട്ടഡ് സ്റ്റോക്കാണ്, ഫസ്റ്റ് ക്വാളിറ്റി സ്റ്റോക്ക്. സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കൂടുതൽ ബേസ് ചെയ്യുന്നത് കച്ചവടക്കാർക്കാണ്. ഇത് കസ്റ്റമേഴ്സിന് അധികം കൂടുതലും കച്ചവടക്കാർക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് അവർക്ക് ഫോൺ, ഇപ്പോൾ ഐഫോൺ ഒരു 3-4 ഐഫോൺ ഒരു 3-4 ഫ്രണ്ട്സ് ചേർത്ത് എടുക്കാൻ വന്നാൽ അവർക്ക് കൊടുക്കും. അവർക്ക് കൊടുക്കാം, അങ്ങനെ വന്നാൽ അങ്ങനെ കൊടുക്കും. അവർ പരിഗണിക്കുന്നുണ്ട്, അത് കൊടുക്കും. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഹോൾസെയിൽ മാത്രമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഫുൾ ഇമ്പോർട്ടഡ് സ്റ്റോക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഐഫോണിന്റെ എക്സസ് മാക്സ് ഒന്നും ഇപ്പൊ കാണാൻ കിട്ടാനില്ല കേട്ടോ. അതിന്റെ ഒരുപാട് പീസ് കിടക്കുന്നുണ്ട്. ഇത് ഏതായിരുന്നു മോഡൽ? ഇത് 7+. ഇത് സ്ക്രാച്ച് പോലും ഇല്ലല്ലോ. ഇത് ഉപയോഗിക്കാത്തതാണ്. ഇത് ഉപയോഗിക്കാത്ത 7+. അതായത് ഇമ്പോർട്ടഡ് സ്റ്റോക്കാണ്. ഇമ്പോർട്ടഡ് സ്റ്റോക്ക്. ഈ പല രാജ്യങ്ങളിലായിട്ട് ഈ ഐഫോൺ ഉപയോഗിക്കാതെ ഷോപ്പുകളിലൊക്കെ ഇരുന്ന് അതെല്ലാം കൂടെ അവർ ക്രോഡീകരിച്ച് കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് ഫോണുകളാണ് ഇവിടെ കൂട്ടിയിടിക്കുന്നത്. പക്ഷേ നമുക്ക് എണ്ണി നോക്കാനൊന്നും പറ്റൂല. അതിനു വേണ്ടി റൂമുകളിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് 15 Pro ഉണ്ട്, 14 ഉണ്ട്, 14 Pro ഉണ്ട്, 13 ഉണ്ട്, എല്ലാ മോഡൽസും ഉണ്ട്. ഐഫോൺ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ആൻഡ്രോയിഡ് ആണ് എനിക്കിവിടെ കൂടുതൽ കാണാം. ആൻഡ്രോയിഡ് ആണ് കൂടുതലുള്ളത് ഇമ്പോർട്ടഡ് സ്റ്റോക്ക്. ആൻഡ്രോയിഡ് യൂസേഴ്സ് ഏതൊക്കെ മോഡൽ ആൻഡ്രോയിഡ്സ് ഉണ്ട്? എല്ലാ മോഡലും, എല്ലാ ചെറിയ കൂടുതൽ നമ്മൾ ഇപ്പോൾ ചെറിയ മോഡൽ നമ്മൾ ഫോക്കസ് ചെയ്യണത്. എല്ലാ മോഡലും ആൻഡ്രോയിഡും ഇവിടെ അവൈലബിൾ ആണ്. ഉണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ കൊറിയർ സർവീസാണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഒരുപാട് കൊറിയർ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് പല ഭാഗത്തും. കേരളത്തിലെ പല ഭാഗത്തും കൊറിയർ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ എവിടെയായിട്ടാണ്? ഇത് ട്രിവാൻഡ്രം ഭീമാപ്പള്ളി ലൊക്കേഷൻ. ഉസ്താദ്, ഇവിടെ നമ്മുടെ ഒരുപാട് സാധനങ്ങളാണ്. ഓപ്പോ ഉണ്ട്, വിവോ ഉണ്ട്, റെഡ്മി ഉണ്ട്, ഒരുപാട് മോഡൽ. അപ്പം നമുക്ക് ഏതൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഉള്ളത്? എല്ലാ മോഡലും ആൻഡ്രോയിഡ്സിൻ്റെ എല്ലാ മോഡലും ഉണ്ട്. ഐഫോൺസിൻ്റെതുണ്ട്, എല്ലാ മോഡലും ഉണ്ട്. അപ്പോൾ ബോക്സ് വിത്തൗട്ട് ബോക്സ് എല്ലാ കാറ്റഗറീസ് സാധനങ്ങളും ഉണ്ട്. സ്റ്റാർട്ടിങ് ആൻഡ്രോയിഡ് നമുക്ക് എത്ര രൂപ കൊടുക്കാം? 3000 മുതൽ ആൻഡ്രോയിഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. ഐഫോൺ ഒരു 5000, 6000. ഫോൺ 7000, 8000. അതിൻ്റെ ഐഫോണിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അങ്ങ് പോകും. 14 Pro Max 14 അതനുസരിച്ച് അങ്ങോട്ടും നീങ്ങിപ്പോകും. അപ്പോൾ ഇനി ഐഫോൺ ഹോൾസെയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. 15 Pro Max വരെ ഉണ്ട് ഇവിടെ, 14 Pro Max ഉണ്ട്, 13 Pro Max ഉണ്ട്, 3 തരം സെറ്റുകളും ഉണ്ട് ഇവിടെ. 10X Max വരെയാണ് ബേസിക് മോഡൽ. 10X Max അല്ലേ, 7+ ഒക്കെ ഉണ്ട്. അപ്പോൾ 7+ ഒക്കെ ഇപ്പോഴും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന കുറേ ഫോൺസ് ഉണ്ട്. കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇതൊക്കെ 10X Maxൻ്റെ തന്നെ കുറേ പീസ്. ഇതെല്ലാം 10X Max ആണ്. ഇതിലും പീസുകൾ. ഇത് 7 അല്ലേ? 7+. ഇതെല്ലാം 7 ആണ്.
10X Maxന്റെ ഒരു പീസ്. ഒരുപാട് സാധനങ്ങൾ 10X Maxൽ തന്നെ കുറേ അവിടെ ഉണ്ട്. അപ്പോൾ ഐഫോണിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ആൻഡ്രോയിഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് അവിടെ പോയി ഓഫീസിൽ പോയി ഇരുന്ന് സംസാരിക്കാം. ഒരുപക്ഷെ കേരളത്തിൽ സെക്കൻഡ് ഹാൻഡ് ഫോണുകളുടെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇവർ. അതായത് ലക്ഷക്കണക്കിന് ഫോണാണ് ഇവരുടെ ഈ ഒരു ഡീലർഷിപ്പ് വഴി വിറ്റഴിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് ഫോണുകളാണ് 90% വിൽക്കുന്നത്. ഫ്രഷ് ഫോണുകളും കിട്ടും, പക്ഷേ കൂടുതലും സെക്കൻഡ് ഹാൻഡ് ഫോണുകളാണ് വിൽക്കുന്നത്. കണ്ടെയ്നർ വഴിയാണ് ഇവർക്ക് വിദേശത്ത് നിന്ന് ഈ സ്റ്റോക്ക് എത്തുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഹോൾസെയിലായിട്ട് ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. റീറ്റെയിലായിട്ടും കിട്ടും, പക്ഷേ ഹോൾസെയിൽ കടക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോപ്പ്. മൊബൈൽ ഫോണിൻ്റെ ഒരു അധോലോകമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. കണ്ടില്ലേ, ഒരുപാട് ഫോണാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഫോൺ എടുക്കാൻ പറ്റുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലം പരിചയപ്പെടാം. ഒരു രക്ഷയില്ല. ഐഫോൺ ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്. ഐഫോണിൻ്റെ എല്ലാ മോഡലും 15 Pro Max വരെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. 15 Pro Max ഉണ്ട്, 13 Pro ഉണ്ട്, ഐഫോൺ XS ഉണ്ട്, 7+ ഉണ്ട്. എല്ലാ മോഡലും, അത്യാവശ്യം എല്ലാ മോഡലും നമ്മൾ ചെയ്യുന്നുണ്ട്. കൊല്ലങ്ങളുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ഇപ്പം ഇരിക്കുന്ന സ്റ്റോക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്കാണ് നമ്മൾ ഇറക്കുന്ന സ്റ്റോക്ക്. പിന്നെ കൂടുതലും കസ്റ്റമേഴ്സ് നമ്മൾക്ക് കച്ചവടക്കാർക്ക് കേരള ഒട്ടുക്കും പല ഭാഗത്തും നമ്മൾ ചെയ്യുന്നുണ്ട്. മുതലേ ഇതുവരെ സന്തോഷമായിട്ട് കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണ് ഈ സ്റ്റോക്കുകളൊക്കെ വരുന്നത്? സ്റ്റോക്ക് നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം തൽക്കാലം അതിപ്പം മാറ്റി വെച്ച് നമ്മൾ ദുബൈയിൽ നിന്ന് സ്റ്റോക്ക് നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് പല ഭാഗത്തുനിന്നും സ്റ്റോക്ക്. ഇതൊരു മൊബൈൽ ഫോണിന്റെ അധോലോകമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? അങ്ങനെ പറയാനുള്ള അവകാശമൊന്നുമില്ല. നമുക്ക് മാന്യമായിട്ടുള്ള ഒരു കച്ചവടം. അല്ല, അധോലോകം എന്ന് പറയുന്നത് ഇതിപ്പോ ഇതല്ലേ? അങ്ങനെയല്ല, ഹോൾസെയിൽ ഫീൽഡാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യണത്. മെയിൻ കച്ചവടക്കാർക്കാണ്, അവർക്ക് ഷോപ്പിൽ ചിക്കൻ കണക്കായിട്ടുള്ള ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ GST ബില്ലും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഫുൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല ലീഗലായിട്ട് തന്നെയാണ് കമ്പനി കൊണ്ടുപോകുന്നത്. ഇതുവരെ അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളെ വീഡിയോ കാണുമ്പോൾ ലോകത്തിന്റെ പല ആൾക്കാർ വിളിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെ ഫോൺ നിങ്ങൾ എത്തിച്ചു കൊടുക്കും? ഇത് നമ്മൾ ഫുള്ള് കൊറിയർ സർവീസാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ ഓർഡർ തരും, ലിസ്റ്റ് അയച്ചു കൊടുക്കും, അവർ ഓർഡർ തരും. പിന്നെ അവർക്ക് അപ്പോൾ സ്പോട്ടിൽ തന്നെ ലൈവിൽ അവർ പാക്ക് ചെയ്യുന്ന കവലങ്ങളൊക്കെ നമ്മൾ അവർ ലൈവിൽ കാണിച്ചു കൊടുക്കും, ഓക്കെ ആക്കും. അവരങ്ങനെ കൊറിയർ അങ്ങ് അയച്ചു കൊടുക്കും. ഫണ്ട് അക്കൗണ്ടിൽ അവർ ഇട്ട് തരും. ഫുള്ളും ലീഗലായിട്ടുള്ള ഒരു പ്രോസസ്സിങ് മാത്രമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് സ്ഥലം മറക്കണ്ട, അൽഫല ട്രേഡിംഗ് കമ്പനി. ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു ഉസ്താദെ. ലൊക്കേഷൻ ട്രിവാൻഡ്രം ഭീമാപ്പള്ളി ആണ് ലൊക്കേഷൻ. സൗദി കോളനി, സദ്ദാം കോളനി, സദ്ദാം നഗർ, സദ്ദാം ഹുസൈൻ്റെ പേരിലുള്ള കോളനി. ഓക്കെ, അപ്പോൾ താങ്ക് യു ഉസ്താദ്. പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സൊക്കെ അല്ലെങ്കിൽ ഫോളോവേഴ്സൊക്കെ വിളിക്കുമ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. തീർച്ചയായിട്ടും മുകേഷ് പുരൻ്റെ ഫോളോവേഴ്സിനെ ഉറപ്പാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യും.